ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് മാർച്ച് 28-ന് ഒരു മാസം പൂർത്തിയായി. ഇതോടൊപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടും ഒരു മാസം പിന്നിട്ടു. UAE-യിൽ മാത്രം 25 ഇന്ത്യക്കാർക്ക് ഇതുവരെ പരിക്കേറ്റു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപനം വീണ്ടും പാഴ്വാക്കായി മാറി. ഇതോടെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കൂടി ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി രംഗത്ത് വന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ഹൂത്തി ആക്രമണമാണിത്. ഇതോടെ യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നതോ എന്നാണ് ആശങ്ക വ്യാപകമായിരിക്കുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് പോകും. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഫെബ്രുവരി 28-ന് ശനിയാഴ്ചയാണ് ആദ്യം ആരംഭിച്ചത്. ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയായിരുന്നു തുടക്കം. ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യമായ ബഹ്റൈനിലെ US-ന്റെ സൈനിക ക്യാമ്പിലേക്ക് ആദ്യ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. ബഹ്റൈൻ ജുഫൈറിലെ US ക്യാമ്പിന് സമീപത്തെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് വാർത്താ സംഘമാണ് ഈ വിവരം ആദ്യം വീഡിയോ സഹിതം ലോകത്തെ അന്ന് അറിയിച്ചത്. അന്ന് തുടങ്ങിയ ഗൾഫിലെ 6 രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ബഹ്റൈനിലെ അൽ ജുഫൈറിലുള്ള US സൈനിക ക്യാമ്പിലാണ് ഇപ്പോൾ പൊട്ടുന്നത്. ഈ കാണുന്ന പുക നിങ്ങൾ കാണുന്നുണ്ടാവും. സൈനിക ക്യാമ്പിലേക്കുള്ള നേരിട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്. ഇതാണ് കറുത്ത പുക ഉയർന്നു കാണാം. പ്രേക്ഷകർ കാണുന്നത് മനസ്സിലാക്കുന്നു. ബഹ്റൈനിലാണ് ഇപ്പോൾ സൈനിക ക്യാമ്പ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈന് പിന്നാലെ ദുബായ്, അബുദാബി ഉൾപ്പെടെ UAE, കുവൈറ്റ്, ഖത്തർ, സൗദി, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ US ക്യാമ്പുകളും മറ്റു പ്രധാന ഇടങ്ങളിലും ആക്രമണങ്ങൾ തുടർന്നു. ഇങ്ങനെ സംഘർഷം കൂടിയും കുറഞ്ഞും ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപനം വീണ്ടും പാഴ്വാക്കായി മാറുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 10 ദിവസത്തേക്ക് കൂടി നീട്ടിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണവും ഇറാൻ ശക്തമാക്കി. ഖത്തർ ഒഴികെ 5 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ശനിയാഴ്ച പുലർച്ചെ ആക്രമണം കടുപ്പിച്ചു. അതായത് ഒരു മാസം തികയുന്ന മറ്റൊരു ശനിയാഴ്ചയായ മാർച്ച് 28-നും തുടർച്ചയായി ഗൾഫ് ആക്രമണങ്ങൾ നേരിട്ടു. ഇതിൽ UAE-യിലെ പ്രമുഖ വ്യവസായ മേഖലയായ അബുദാബിയിലെ ഖലീഫ എക്കണോമിക് സോൺ എന്ന കസാദയിലേക്ക് മാത്രം 3 വട്ടം ആക്രമണ ശ്രമം നടന്നു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 6 പേർക്ക് ശനിയാഴ്ച പരുക്കേറ്റു. അതേസമയം ഒരു മാസത്തിനിടെ UAE-യിൽ മാത്രം ആകെ 25-ലധികം ഇന്ത്യക്കാർക്ക് പരുക്കേറ്റതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനിടെയാണ് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കൂടി ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി രംഗത്ത് വന്നത്. യുദ്ധം ആരംഭിച്ചിട്ട് ഒരു മാസം തികയുന്ന ഈ ഘട്ടത്തിലെ നീക്കം ഇനി ഗൾഫ് സംഘർഷത്തിന്റെ കാഠിന്യം കൂട്ടുമോ കുറയ്ക്കുമോ എന്ന് മാത്രമാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.